Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. People gave me. ജനങ്ങൾ എനിക്ക് നൽകി ദിസ് പോസ്റ്റ്. പോസ്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം സ്ഥാനം എന്നുള്ള അർത്ഥമാണ്. ജനങ്ങളാണ് എനിക്ക് ഈ സ്ഥാനം നൽകിയത്. ഐ വോണ്ട് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗൺ എന്നാൽ സ്ഥാനം ഒഴിയുക എന്നാണ് അർത്ഥം. രാജിവയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ വോണ്ട് സ്റ്റെപ്പ് ഡൗൺ. ഞാൻ രാജിവയ്ക്കുകയില്ല, സ്ഥാനം ഒഴിയുകയില്ല. ആസ് എം എൽ എ എന്ന ആ സ്ഥാനം ഞാൻ ഒഴിയുകയില്ല. പി വി അൻവർ പറയുകയാണ്. ജനങ്ങളാണ് എന്നെ ഈ സ്ഥാനത്ത് നിയമിച്ചത്. ഈ സ്ഥാനം എനിക്ക് നൽകിയത് ജനങ്ങളാണ്. ഈ സ്ഥാനം ഞാൻ രാജിവയ്ക്കുകയില്ല. മലപ്പുറം. നിലമ്പൂർ എം.എൽ.എ. പി വി അൻവർ അദ്ദേഹം ചലഞ്ച്ഡ് വെല്ലുവിളിച്ചു ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെയും ആൻഡ് CPM ബൈ ഹോൾഡിംഗ് എ പ്രസ് കോൺഫറൻസ്. CPMനെയും പിണറായി വിജയനെയും അദ്ദേഹം വെല്ലുവിളിച്ചു ഒരു പ്രസ് കോൺഫറൻസ്, ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട്. ഹാസ് അനൗൺസ്ഡ് അദ്ദേഹം അറിയിച്ചു അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ദാറ്റ് ഹി ഈസ് സെവറിങ്. സെവർ എന്നാൽ അർത്ഥം വേർപ്പെടുത്തുക, വിയോജിക്കുക, മുറിച്ചു മാറ്റുക, ബന്ധം വിച്ഛേദിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ബന്ധം വിച്ഛേദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹിസ് ടൈസ് എന്നാൽ ബന്ധം. അദ്ദേഹത്തിൻ്റെ ബന്ധം വിത്ത് ദ ലെഫ്റ്റ് ഫ്രണ്ട്, ഇടതു മുന്നണിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അറിയിച്ചു. ഐ ആം നോട്ട് ഡം ടു സ്റ്റെപ്പ് ഡൗൺ ആസ് MLA. ഡം എന്നാൽ അർത്ഥം ഊമയായ, സംസാരിക്കാത്ത, രഹസ്യം പുറത്തുവിടാത്ത, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം വിഡ്ഢി എന്നൊക്കെയാണ് അർത്ഥം. MLA സ്ഥാനം രാജിവെക്കാൻ ഞാൻ ഒരു വിഡ്ഢിയല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു സംസാരിക്കാത്ത വ്യക്തിയല്ല. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഓഫ് നിലമ്പൂർ ഹൂ ഗേവ് മീ ദിസ് 3-letter ടൈറ്റിൽ. ടൈറ്റിൽ എന്നാൽ പദവി എന്നാണ് ഇവിടെ അർത്ഥം. നിലമ്പൂരിലുള്ള ആളുകളാണ് എനിക്ക് ഈ പദവി നൽകിയത്. 3-letter ടൈറ്റിൽ എന്നാൽ MLA, ഇത് 3 ലെറ്ററാണ്. അതാണ് ഈ പദവി എനിക്ക് നൽകിയത് നിലമ്പൂരിലെ ജനങ്ങളാണ്. നോ വൺ നീഡ്സ് ടു എക്സ്പെക്റ്റ് എന്നാൽ പ്രതീക്ഷിക്കുക. നോ വൺ നീഡ്സ് ടു എക്സ്പെക്റ്റ്, ഒരാളും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. മീ ടു റിസൈൻ ഫ്രം ദാറ്റ് പൊസിഷൻ. ആ MLA സ്ഥാനത്ത് നിന്നും ഞാൻ റിസൈൻ എന്നാൽ രാജിവയ്ക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ആ സ്ഥാനത്ത് നിന്നും ഞാൻ രാജിവെക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇഫ് ഐ ആം നോട്ട് ഡെഡ്, ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ. ഇഫ് എന്നാൽ ഇല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് ഐ ആം നോട്ട് ഡെഡ്, ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ. ഐ വിൽ റിമെയിൻ എൻ MLA, ഞാൻ ഒരു MLA ആയിട്ട് തന്നെ തുടരും. ഫോർ ദ നെക്സ്റ്റ് 1.5 years, അടുത്ത 1.5 വർഷത്തോളം ഞാൻ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു MLA ആയിട്ട് തന്നെ തുടരും. ഇഫ് എനിത്തിങ് എൽസ് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ എന്നാൽ അതിനിടയിൽ. ഇഫ് എനിത്തിങ് എൽസ് ഹാപ്പൻസ്, മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. ഇൻ ബിറ്റ്വീൻ അതിനിടയിൽ, ഈ മുമ്പ് പറഞ്ഞ ഈ കാലയളവിന് ഉള്ളിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താണ്, ആ സ്ഥാനം നഷ്ടമാകും, മരണപ്പെടുക, ഇങ്ങനെ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സ്ഥാനം നഷ്ടപ്പെടും. അതാണ് ദാറ്റ്സ് ഓക്കെ. അല്ലാത്ത പക്ഷം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാത്ത പക്ഷം MLA ആയിട്ട് തന്നെ തുടരുമെന്നാണ് പറയുന്നത്. പക്ഷേ നോ വൺ ഷുഡ് കം ടു മീ, എൻ്റെ അടുത്തേക്ക് ആരും വരരുത്. ആസ്കിങ് ചോദിച്ചുകൊണ്ട്. ഇഫ് ഐ വുഡ് റിസൈൻ നൗ, ഞാൻ ഇപ്പോൾ രാജിവച്ചേക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ ഒരാളും എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വരരുത്. അൻവർ ടോൾഡ് മീഡിയ, അൻവർ മീഡിയയോട് പറഞ്ഞു. അൻവർ അനൗൺസ്ഡ് ദാറ്റ്, അൻവർ അറിയിച്ചു.
അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. അനൗൺസ്ഡ്. ഹി വിൽ നോ ലോങ്ങർ റിമെയിൻ. അദ്ദേഹം കൂടുതൽ കാലം നിലനിൽക്കുകയില്ല. മറ്റൊരർത്ഥം തുടരുക എന്നൊക്കെയാണ് അർത്ഥം. അദ്ദേഹം കൂടുതൽ കാലം തുടർന്നേക്കില്ല. ഓൺ ദ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഇടതുപക്ഷ മുന്നണിയിൽ അദ്ദേഹം കൂടുതൽ കാലം അദ്ദേഹം തുടർന്നേക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. ഹി ഓൾസോ സെഡ് ദാറ്റ്. അദ്ദേഹം അതുകൂടെ പറഞ്ഞു, ഇതുകൂടെ അദ്ദേഹം പറഞ്ഞു. ഓൾസോ എന്നാൽ അതുകൂടെ എന്നാണ് അർത്ഥം. ഹി വിൽ റിവീൽ. അദ്ദേഹം വെളിപ്പെടുത്തും. റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക. ഹി വിൽ റിവീൽ. അദ്ദേഹം വെളിപ്പെടുത്തും. ഹിസ് ഫ്യൂച്ചർ പ്ലാൻസ്. അദ്ദേഹത്തിൻ്റെ ഭാവിയിലെ പദ്ധതികൾ അദ്ദേഹം വെളിപ്പെടുത്തും. അറ്റ് എൻ അപ്കമിങ് പബ്ലിക് കോൺഫറൻസ്. അപ്കമിങ് എന്നാൽ അടുത്തു വരുന്ന പബ്ലിക് കോൺഫറൻസിൽ, സമ്മേളനത്തിൽ അദ്ദേഹം ഇൻ നിലമ്പൂർ ദിസ് സൺഡേ. ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവിയിലെ പദ്ധതികൾ വെളിപ്പെടുത്തും എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു. വെൻ ക്യൂസ്ഡ്. ചോദ്യം ചോദിച്ചപ്പോൾ. ഇഫ് ഹി വുഡ് റിട്ടേൺ ടു ദ കോൺഗ്രസ്. അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യം ചോദിച്ച സമയത്ത് അൻവർ ഡിഡ് നോട്ട് പ്രൊവൈഡ് എ ക്ലിയർ റെസ്പോൺസ്. പ്രൊവൈഡ് എന്നാൽ നൽകുക. അൻവർ ഡിഡ് നോട്ട് പ്രൊവൈഡ്. അൻവർ നൽകിയില്ല എ ക്ലിയർ റെസ്പോൺസ്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം, ഒരു പ്രതികരണം അൻവർ നൽകിയില്ല. കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ച സമയത്ത് അൻവർ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയില്ല.